ഹരേ കൃഷ്ണ. നമ്മളുടെ നാരായണീയ പഠനം ദശകം 3 ഭക്തിപ്രാർത്ഥനയാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 6-ാമത്തെ ശ്ലോകമാണ്. ശ്ലോകം നോക്കാം. ഭവത് ഭക്തിസ്താവത് പ്രമുഖ മധുരാ ത്വദ്ഗുണരസാത് കിമപ്യാരൂഢാ ചേതഖില പരിതാപ പ്രശമനീ പുനശ്ചാന്തേ സ്വാന്തേ വിമല പരിബോധോദയമിളൻ മഹാനന്ദാദ്വൈതം ദിശതി കിമത പ്രാർത്ഥ്യമപരം. ഇനി ഈ ശ്ലോകത്തിൻ്റെ സന്ധിവിച്ഛേദം നോക്കാം. ഭവത് ഭക്തി പ്ലസ് താവത് പ്രമുഖ മധുര ത്വദ് ഗുണരസാത് കിമപി പ്ലസ് ആരൂഢ ചേത് പ്ലസ് അഖില പരിതാപ പ്രശമനി പുനഃ പ്ലസ് ച പ്ലസ് അന്തേ സ്വാന്തേ വിമല പരിബോധോദയമിളൻ മഹാനന്ദാദ്വൈതം. അതൊരു സമസ്തപദമാണ്. ദിശതി കിം പ്ലസ് അതഃ പ്രാർത്ഥ്യം പ്ലസ് അപരം. സന്ധിവിച്ഛേദം കഴിഞ്ഞു. ഇനി പദച്ഛേദം നോക്കാം. ഭവത് ഭക്തി ഭവത് ഭക്തി പ്രമുഖ മധുര പ്രമുഖ മധുര ത്വദ്ഗുണരസാത് ത്വത് ഗുണരസാത് അഖില പരിതാപ പ്രശമനി അഖില പരിതാപ പ്രശമനി സ്വാന്തേ സ്വ അന്തേ വിമല പരിബോധോദയമിളൻ മഹാനന്ദാദ്വൈതം വിമല പരിബോധ ഉദയ മിളത് മഹാ ആനന്ദ അദ്വൈതം. പദച്ഛേദം കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. മമ ഭവത് ഭക്തി, ഹേ ഗുരുവായൂരപ്പ, എനിക്ക് അങ്ങയിലുള്ള ഭക്തി, ആ ഭക്തിയാവട്ടെ താവത് ത്വത് ഗുണരസാത്, അങ്ങയിലുള്ള ഗുണത്താലുള്ള രസത്തിൽ, ത്വത് ഗുണരസാത് പ്രമുഖ മധുര, തുടക്കത്തിൽ തന്നെ മധുരമായിട്ടുള്ളൂ. അതായത് ഭഗവാനിലുള്ള നിന്തിരുവടിയുള്ള ഭക്തി മാത്രമേ ആണ് തുടക്കത്തിൽ തന്നെ മധുരമായിട്ടുള്ളൂ. കിമപി ആരൂഢ, കുറച്ച് കഴിഞ്ഞാൽ ആ ഭക്തി അഖില പരിതാപ പ്രശമനി, എല്ലാ ദുഃഖങ്ങളെയും നിശേഷം ഇല്ലാതാക്കുന്നു. പുനഃ അന്തേജ, പിന്നെയോ അവസാനത്തിലാകട്ടെ, സ്വാന്തേ മനസ്സിൽ, വിമല പരിബോധോദയ മിളൻ മഹാനന്ദാദ്വൈതം ദിശതി, തെളിഞ്ഞ ജ്ഞാനത്തോട് ചേർന്ന പരമാനന്ദത്തിൻ്റെ ഐക്യത്തെ പ്രദാനം ചെയ്യുന്നു. അതഹ അപരം കിം പ്രാർത്ഥ്യം, ഇതല്ലാതെ വേറെ എന്താണ് ആവശ്യപ്പെടേണ്ടത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ടത്? ആദ്യം ഭട്ടതിരിപ്പാട് രോഗം മാറ്റിത്തരണേ എന്നാണ് ഭഗവാനോട് പറഞ്ഞത്. ഇപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു, എനിക്ക് ഭഗവാനുള്ള ഭക്തി മാത്രം മതി, അത് ജീവിതത്തിലുള്ള സകല ക്ലേശങ്ങളെയും ഇല്ലാതാക്കും. അതായത് ജീവിതത്തിൻ്റെ സുഖവും ദുഃഖനാശവും ഒടുവിൽ മോക്ഷവും ഭക്തി കാരണം ലഭിക്കുന്നു. ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നു, ക്ലേശങ്ങളെല്ലാം അകറ്റി കർമ്മേന്ദ്രിയങ്ങളുടെയും ജ്ഞാനേന്ദ്രിയങ്ങൾക്കും കർമ്മേന്ദ്രിയങ്ങൾക്കും ഭഗവാനെ ഭജിക്കുന്നതിൽ താല്പര്യമുണ്ടാകണേ എന്നാണ് ഭട്ടതിരിപ്പാട് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഹരേ കൃഷ്ണ.